ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസാണ് എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പോലും ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മണിക്കൂറോളം കുക്കിംഗ് ടൈം എടുത്തിരുന്നു. അപ്പോൾ ഇത് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചിക്കൻ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് സമയം ലാഭമാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് വലുതെടുക്കാതിരിക്കുക. ഒരു ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് എടുക്കുക. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വിനാഗിരി ചേർത്തത്. ഇനി നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഈ തൈരും വിനാഗിരി ഉപയോഗിച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ചേർത്ത ഈ ഒരു തൈരും വിനാഗിരിയും തന്നെ മതിയാവും കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉൾവശത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ ഉൾവശത്തൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം മസാല. എങ്കിൽ മാത്രമേ ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും മസാല ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കുക്കർ ചിക്കനിൽ ആ ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ വാഴയിലൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഒരുപാട് കുക്കിംഗ് ടൈം പിടിക്കും അതിന്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം കുക്കിംഗ് ടൈം എടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ 15 മിനിറ്റ് മാത്രമേ കുക്കിംഗ് ടൈം എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ലാഭമാണല്ലോ, പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് എളുപ്പം ടൈമൊക്കെ ലാഭിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേ ഈ മസാലയൊക്കെ ഇതുമ്മേ പിടിക്കുള്ളൂ. ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ നൈറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ 1-2 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന വിധത്തിലുള്ളൊരു കുക്കർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ മതിയാവും കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇനി ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മളിത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു പ്രഷറൊന്ന് ഇതിലേക്ക് കയറുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസിലൊന്നും ഊരി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റോ വാഷറോ ഒന്നും ഊരി വെക്കരുത്. ശരിക്കും അതുപോലെ തന്നെ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. 15 മിനിറ്റാണ് കേട്ടോ കുക്കിംഗ് ടൈം എടുത്തത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് വിസിലടിക്കാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. പ്രഷർ കയറുന്ന സമയത്ത് വിസിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല, 1-2 പ്രാവശ്യം. എന്നാലും ഇത് കറക്റ്റ്, ഇതിൻ്റെ ആ ഒരു വേവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ കുക്കറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. നമുക്കിതിൻ്റെ പുറം വശമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വേവിച്ചത് കാരണം തന്നെ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം ഒന്ന് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വശവും ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റേ ഇതിന് വരുള്ളൂ കേട്ടോ. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട്.
അപ്പോൾ കണ്ടല്ലോ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാ ഭാഗത്തും നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പിയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്